പ്രിയപ്പെട്ടവരെ, എല്ലാവരെയും ഈ ക്ഷേത്രാങ്കണത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പുറത്തു നിൽക്കുന്ന എല്ലാവരും ഈ ഹാളിലേക്ക് കടന്നിരിക്കുക. നമ്മുടെ പ്രഭാഷകനെ പറ്റി ഞാനിവിടെ പറയേണ്ട കാര്യമില്ല. കാരണം അദ്ദേഹം ഇതിന് മുമ്പും ഇവിടെ വന്ന് പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. പ്രഭാഷണം നടത്തുകയെന്ന് പറയാൻ നമ്മുടെ ഹൃദയങ്ങളൊക്കെ കീഴടക്കിയ ഒരു മനുഷ്യനാണ് പ്രമോദ് ഐക്യരപ്പടി. ഐക്യരപ്പടി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നൊരു പേരാണ് ഈ പ്രമോദ് എന്നുള്ളത്. മലയാളത്തിൽ അങ്ങനെ ഭാഗ്യം ചെയ്ത കുറേ ആൾക്കാരുണ്ട് അല്ലേ? തകഴി, വയലാർ, ഇതൊക്കെ കേൾക്കുന്ന ഓരോ വ്യക്തിയാണ് ആ ഒരു പ്രദേശത്തിന്റെ പേരിൽ അറിയപ്പെടുന്നത്. അതേപോലെ സാറും ആ രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രഭാഷകനാണ്. ഇപ്പോൾ കൂടുതലൊന്നും പറയണ്ട, എന്നോട് പറഞ്ഞു തന്നതിനാണ് കൂടുതലൊന്നും പറയണ്ട, പരിപാടി തുടങ്ങാമെന്ന് പറഞ്ഞിട്ട്. നമ്മളത്തെ സമയം കുറച്ച് വൈകിട്ടുണ്ട്, എങ്കിലും ഒന്ന് രണ്ട് കാര്യം പറയട്ടെ. അദ്ദേഹം നമ്മുടെ രാമനാട്ടുകര ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനാണ്. പിന്നെ ഒരു ഉജ്ജ്വല വാഗ്മിയാണ്. പിന്നെ അതുകൂടാതെ തന്നെ സപ്താഹങ്ങളിലൊക്കെ ആചാര്യനായി പോകുന്ന ഒരു വ്യക്തിയാണ്. കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ കുളിക്കാൻ വേണ്ടി ഇറങ്ങാണ് ആര്? വാൽമീകിയും ശിഷ്യന്മാരും. അപ്പോഴാണ് ഈ കാഴ്ച കാണുന്നത്. ഒരു വേടൻ വന്നിട്ട് അതിൽ ആൺപക്ഷിയെ പറയൂ അങ്ങോട്ട് താഴത്തേക്ക് വീഴ്ത്തുകയാണ്. ആ ആൺപക്ഷി നിലത്തേക്ക് ചേതനയേറ്റ് വീണുപോയപ്പോ ആ പെൺപക്ഷി താഴേക്ക് ഇറങ്ങി വന്ന് നിന്ന് അതിന്റെ മുന്നിൽ നിന്ന് കരയുന്നൊരു രംഗമുണ്ട്. ആരുടെ മുന്നിൽ ഇരുന്നിട്ട്? തന്റെ പ്രാണപ്രിയന്റെ മുന്നിൽ നിന്ന് കരയുന്ന ഒരു രംഗമുണ്ട്. ആ സമയം സഹിക്കാൻ വയ്യാതെയാണ് വാൽമീകി തന്റെ കൈ ഉയർത്തി പറയൂ ആ വേടനെ ശപിച്ചത്, ആ കാട്ടാളനെ ശപിച്ചത്. എന്താ ശപിച്ചത്? അരുത് കാട്ടാള, എന്താ പറയാ, കാമമോഹിതമായ രണ്ടിൽ ഒന്നിനെ നീ കൊന്നുവല്ലോ, നീ സ്ഥിരത നേടാതെ പോകട്ടെ. ഇതാണ് ശപിച്ചത്. ആ അർത്ഥത്തിൽപ്പെടുന്ന വാക്കാണ് ശപിച്ചത്. എന്താണ്? നീ ജീവിതത്തിൽ സ്ഥിരപ്രതിഷ്ഠ നേടാതെ പോകട്ടെ. ഇത് തന്നെയല്ലേ പ്രിയപ്പെട്ടവരെ? ഇത് തന്നെയല്ലേ പഹൽഗാമില്? മിണ്ടണില്ല ഞങ്ങള്. ഇത് തന്നെയല്ലേ പഹൽഗാമില്? പറയൂ പഹൽഗാമില് സംഭവിച്ചത് അല്ലേ? 7 ദിവസം വിവാഹപ്രായമായ ഹണിമൂൺ ആഘോഷിക്കാൻ വേണ്ടി കാശ്മീരിലേക്ക് വന്ന 2 യുവമിഥുനങ്ങളിൽ ഒന്നിനെ, അതായത് ആൺപക്ഷിയെ കൊന്നു താഴേക്കിടുകയാണ്. ആ പുൽമേട്ടിൽ ആ മനുഷ്യൻ വീണ് കിടക്കുന്നുണ്ട്. ഉണ്ടോ ഇല്ലയോ? അയാളുടെ അടുത്ത് ആ പെൺപക്ഷി ഇരുന്ന് കരയുന്ന ഒരു രംഗമുണ്ട്. കരയാൻ പോലും അവർക്ക് കഴിയില്ല. ഉണ്ടോ? ഇല്ല. അവളുടെ സിന്ദൂരം മായ്ച്ചു കളയുകയാണ്. ആ സിന്ദൂരം മായ്ച്ചു കളഞ്ഞതിനാണ് ഇന്ത്യൻ സൈന്യം ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരില് പറയൂ പാകിസ്ഥാന്റെ നെഞ്ചത്ത് പടക്കം പൊട്ടിച്ചത്. ഒരു സംശയം വേണ്ട, പൊട്ടിച്ചിരിക്കും. ഒരു സിവിലിയനെയും കൊല്ലാതെ പാകിസ്ഥാന്റെ നട്ടല് ഒടിക്കുന്ന പ്രവൃത്തി ഇന്ത്യ ചെയ്തു. അനങ്ങാൻ കഴിഞ്ഞില്ല അവർക്ക്. ഇപ്പൊ അമേരിക്ക പേടിച്ചു. അതാണ് ഇപ്പൊ അമേരിക്ക അമ്പക്കെട്ട് ഭീഷണി വയ്ക്കുന്നത്. ആ ഭീഷണി പോലും ഇവിടെ വിലപ്പോവില്ല എന്ന് ഇപ്പാർക്ക് മനസ്സിലായി. അമേരിക്കയ്ക്ക് മനസ്സിലായി. ഏറെ രസകരമായ ഒരു കാര്യം എന്താണെന്നറിയോ നിങ്ങൾക്ക്? അന്ന് ചൈനയുടെ ആയുധാണ് പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ പ്രയോഗിച്ചത്. അത് വെറും നനഞ്ഞ പടക്കാണെന്ന് അന്നേരം ലോകത്തിന് മനസ്സിലായി. ഞാൻ കഴിഞ്ഞ ഒരു വ്യാഴവട്ടക്കാലമായി 12 കൊല്ലക്കാലം മുടങ്ങാതെ ഞാൻ പരിപാടിയിൽ പങ്കെടുത്ത അനുസ്മരണ പരിപാടിയിൽ പങ്കെടുത്ത മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണനെയാണ് അവിടെ ഇറങ്ങിയപ്പോ ഞാൻ ഓർത്തത്. ഇന്ത്യക്ക് വേണ്ടി നിലകൊണ്ടവൻ, 25 വയസ്സുകാരൻ, ചെറുപ്പക്കാരൻ, എന്താ പറയാ, കൃത്യമായിട്ട് 9 നുഴഞ്ഞുകയറ്റക്കാരെ വെടിവെച്ച് താഴേക്കിട്ട് 10ാമനായ അജ്മൽ കസബിന്റെ വെടി അബദ്ധത്തിൽ കൊണ്ട് താഴേക്ക് വീണുപോയവൻ. നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? ആ ഛത്രപതി ശിവാജി വിമാനത്താവളത്തിൽ ഞാൻ അവനെയാണ് ഓർത്തത്. ഇന്ന് നടനെയല്ല നോക്കിയത്. ആടനെ പിന്നെയും കാണാം. ഞങ്ങൾക്ക് 2 പേർക്ക് ഒരു റൂമായിരുന്നു അനുവദിച്ചിരുന്നത്. ഈ നടനും എനിക്കും. ഞാൻ പറഞ്ഞു പറ്റൂല എന്ന്. കാരണം എന്താ അറിയോ? അയാൾക്ക് വൈകുന്നേരമായ ചില തകരാറൊക്കെ ഉണ്ട് അത്രേ. അപ്പൊ അയാളെപ്പം നിന്ന് അയാൾ നല്ല, എന്നെ കണ്ടാൽ തന്നെ ഞങ്ങൾക്ക് അറിയാം. അയാൾ ചിലപ്പോൾ രാത്രി പിടുത്തം പിടിച്ചാൽ ഞാൻ പൊടിഞ്ഞു പോകും. അതുകൊണ്ട് അയാൾ വേറെ റൂം, ഞാൻ വേറെ റൂം ആയിക്കോട്ടെ മതിയാറും. വേദിയിൽ ഞങ്ങൾ ഇങ്ങനെ ഒത്തുകൂടാ, അത് പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾ ഒത്തുവെച്ചാല് അവർ മെറ്റൽ കൊണ്ട് ഉണ്ടാക്കിയ ഒരു സാധനം ഇവിടെ അണിയ. എന്തിനാ അതെന്നറിയോ? ഇവിടെ കളരിയിലുള്ളവരുണ്ടെങ്കിൽ അവർക്ക് ഞാൻ പറയണ മനസ്സിലാവും, എളുപ്പം മനസ്സിലാവും. കളരിയിലുള്ളവരുടെ അവർക്ക് എളുപ്പം മനസ്സിലാവും ഞാൻ ഈ പറഞ്ഞു. എന്തിനാ കങ്കണം അണിയണത്? നോക്കൂ, ഒരാളെ തോൽപ്പിക്കാൻ ഏറ്റവും നല്ല വഴി എന്താ? വാളോണ്ട് ആദ്യം അയാളെ കൈ വെട്ടുക. കാരണം എന്താ? പിന്നെ അയാൾക്ക് കൈ ചലിപ്പിക്കാൻ കഴിയോ? ആ കൈക്ക് വരുന്ന വെട്ടിനെ ഇല്ലാണ്ടാക്കാൻ, തടയാൻ, വാളിനെ തടയാനാണ് എന്തിടുന്നത്? കങ്കണ വളയിടുന്നത്. 2 കൈക്കും ഇടും. അത് നിങ്ങൾ കേട്ടിട്ടില്ല വാക്ക്? എന്താ പറയൂ, അവിടെ എന്തോ പറഞ്ഞു നിങ്ങൾ? ഈ കങ്കണം എന്നുള്ളത് കേട്ടിട്ടില്ലേ? അപ്പൊ നോക്കൂ, ഈ കങ്കണം 2 കൈക്കും എന്ത് ചെയ്യുന്നു? അണിയുന്നു. അപ്പൊ ഈ വാളോണ്ട് വെട്ടുമ്പോ അതെവിടെ തടയപ്പെടുന്നു?
ആ കങ്കണത്തിൽ തടയപ്പെടുന്നു. ഈ രാഗ ഖേയൂര ഹാരാന്യതേ, ഈ ഖേയൂരമണിഞ്ഞ് നിൽക്കുന്നവളേ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. മനസ്സിലാവുന്നുണ്ടല്ലോ ഞാൻ ഈ പറയണത്? നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഇല്ലയോ? ധീരത വേണം, ധീരത വേണം, കരുത്ത് വേണം, കരുത്ത് വേണം. ഇരിക്കട്ടെ, ഞാൻ തിരിച്ചിങ്ങോട്ട് വരട്ടെ. അതിലൂടെ പോയാൽ നമുക്കിന്നത് തീരൂല. 54 1 മണിയിലേക്ക് കടക്കുകയാണ്. ഞാനിതൊന്ന് പറഞ്ഞു തീർക്കണം. അപ്പൊ ഞാൻ എന്തേ നിങ്ങളോട് പറഞ്ഞപ്പോ ഇവിടെ എന്തേ പറഞ്ഞു? ആ പെൺകുട്ടി തിരിച്ചു വന്നു. അവൾ ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടി ആത്മഹത്യക്ക് വേണ്ടിയിട്ട്. പക്ഷെ അവളുടെ തലയടിച്ചില്ല, ശരീരം മൊത്തം നിലത്തടിച്ചു. നട്ടല് പൊട്ടി, കൈ പൊട്ടി, കാല് പൊട്ടി, മൊത്തം തവിട് പൊടിയായി. വേദന അങ്ങേയറ്റം സഹിച്ച ആ കുട്ടി എവിടെ കിടക്കുകയാണ്? ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. അപ്പോഴും വീട്ടുകാരുടെ വിചാരം എന്താ? ഇവൾ എന്തിനു പോയി? ടൂറിന് പോയി. അല്ലാതെ ഇവൻ എന്താ പറയാ ചൂഷണം ചെയ്തു എന്ന് അപ്പോഴും ആർക്കറിയില്ല. പറയൂ, ആർക്കറിയില്ല. അങ്ങനെ ഈ കുട്ടിയെ പരമാവധി ചികിത്സിക്കുന്നതിലൂടെ ഈ കുടുംബം എങ്ങോട്ട് വീണു? തീരാ കടത്തിലേക്ക് വീണു. വീണോ ഇല്ലയോ? സംഖ്യയുടെ ചെലവുണ്ടാവും അതിന്. ഉണ്ടോ ഇല്ലയോ? പറയൂ. തീരാ കടത്തിലേക്ക് വീണു എന്ന് മാത്രമല്ല, ഈ കുട്ടീനെ ഒരുവിധമൊക്കെ ചികിത്സിച്ച് ഭേദാക്കി തിരിച്ചു കൊണ്ടുവന്നു. അതിന്റെ പിറ്റേന്നത്തെ ദിവസം സ്വന്തം ഷാളില് അവർ കഴുത്തിൽ കെട്ടി ജനവാതിലിന്റെ മുകളിൽ കെട്ടി അവള് പറയൂ ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഈ രക്ഷിതാക്കൾ എങ്ങോട്ട് വിളിക്കുന്നത്? സ്കൂളിലേക്ക് വിളിക്കുന്നത്. ഇവള് ടൂറ് പോയി വന്നതിന്റെ ശേഷമാണല്ലോ ഇവൾക്ക് ഇങ്ങനത്തെ വിഷമുണ്ടായത് എന്ന് ആര് പറഞ്ഞു? അമ്മ. അപ്പം ടീച്ചർമാര് ചോദിച്ചു, എന്ത് ടൂറ്? ഇവള് സ്കൂളിലേക്ക് തന്നെ വന്നിട്ട് കുറച്ച് ദിവസമായല്ലോ എന്ന് പറഞ്ഞു. ആര്? അപ്പോഴാണ് ഇവർക്ക് കാര്യം പിടികിട്ടിയത്. കിട്ടാത്ത രീതിയിൽ ആര് പോയി? ഈ മകള് പോയി. ദയവ് ചെയ്ത് എന്റെ പെൺമക്കളെ, എനിക്കേറെ പ്രിയങ്കരായവരെ, പോകരുത്. ഇവിടെ ഒരു രഹസ്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഈ നവരാത്രി ദിനത്തില് പറയട്ടെ, ആണുങ്ങള് 13 വയസ്സ് കഴിഞ്ഞാൽ ഇത് പ്രകടമായിട്ട് കാണാം. ഞങ്ങൾ ആണുങ്ങള് കാണയിൽ വീണോരാണ്, വിഷ്വലാണ് ഞങ്ങൾ. ഇത് പ്രത്യേക